നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ശരിക്കും തലച്ചോറിന് ഒരു വ്യായാമം തരുന്ന ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓം പ്രകാശ് വർമ്മയുടെ ആർക്കിടെക്റ്റിംഗ് പെർസെപ്ഷൻ എന്ന ഒരു രചനയെക്കുറിച്ചാണ്. അതായത്, നമ്മൾ കാണുന്ന ഈ ലോകം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൽ നമ്മുടെ ഒരു പങ്ക് എന്താണ് എന്നൊക്കെയാണ് വിഷയം. അതെ, സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് ലോകം പുറത്തെങ്ങനെയുണ്ടോ അത് അതേപടി നമ്മൾ ഒരു ക്യാമറ പോലെ ഒപ്പിയെടുക്കുന്നു എന്നാണല്ലോ. അതുതന്നെ. പക്ഷേ ആ ഒരു ധാരണയെ മൊത്തത്തിൽ ചോദ്യം ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഈ രചനയിലുള്ളത്. അതിൽ തുടക്കത്തിലൊരു വാചകം തന്നെ എന്നെ വല്ലാതെ പിടിച്ചിരുത്തി. ഒന്നും കാണുന്നത് പോലെയല്ല. ലോകം നമ്മളെ കബളിപ്പിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ, തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതുകൊണ്ടാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, അപ്പം ഞാൻ കാണുന്ന ലോകം എൻ്റെ മാത്രമൊരു വേർഷനാണോ എന്ന്. കൃത്യമായി പറഞ്ഞാൽ അതെ, ലോകം ഒന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് അതിൻ്റെ ഓരോ എഡിറ്റഡ് വേർഷനാണ്. എഡിറ്റഡ് വേർഷൻ. അതെ, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ താല്പര്യങ്ങൾ, മുൻവിധികൾ, ഓർമ്മകൾ ഇവയെല്ലാം ഒരു അരിപ്പ പോലെയാണെന്ന് കൂട്ടിക്കോളൂ. ഓക്കെ. ഇതിലൂടെ അരിച്ചെടുത്തൊരു യാഥാർത്ഥ്യമാണ് നിങ്ങളുടെയും എന്റെയും അനുഭവം. അപ്പോ നമ്മൾ കാണുന്നതാണ് പൂർണ്ണമായ സത്യം എന്ന ചിന്തയാണ് ഇവിടുത്തെ ആദ്യത്തെ ഒരു മിഥ്യാബോധം എന്ന് പറയാം. ഈ ഒരു ആശയത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതെ. ഈ അരിച്ചെടുക്കൽ അല്ലെങ്കിൽ ഈ എഡിറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു നിയന്ത്രണം സാധ്യമാണോ? ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായും. ഈ തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും നമ്മൾ അറിയാതെയാണ് നടക്കുന്നത്. അതാണ് ഇതിലെ ഏറ്റവും അപകടകരമായ കാര്യവും അതേസമയം ഏറ്റവും വലിയൊരു സാധ്യതയും. ആ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നതിലാണ് കാര്യം. ശരി. അപ്പോ നമുക്ക് ആദ്യത്തെ ആശയത്തിലേക്ക് കടക്കാം. ഓരോ കാഴ്ചയും ബാഹ്യവും ആന്തരികവുമായ ലോകങ്ങൾ തമ്മിലുള്ള ഒരു നിശബ്ദമായ ഒത്തുതീർപ്പാണ് എന്ന് ഈ രചനയിൽ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ കുറച്ചൊരു സങ്കീർണമായി തോന്നാം. എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ശരിക്കും വളരെ ലളിതമാണ്. പുറത്തൊരു സംഭവം നടക്കുന്നു. ഉദാഹരണത്തിന്, ഒരു സുഹൃത്ത് നിങ്ങളുടെ ഫോൺ കോൾ എടുക്കുന്നില്ല. ഇത് പുറത്തു നടക്കുന്ന ഒരു യാഥാർത്ഥ്യം. ശരി. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ, അതായത് ആന്തരിക ലോകത്ത് പല കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. അവൻ എന്നെ ഒഴിവാക്കുകയാണോ എന്നൊരു സംശയം വരാം. വരാം. അല്ലെങ്കിൽ കഴിഞ്ഞ തവണയും അവനിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊരു ഓർമ്മ വരാം. അതുമല്ലെങ്കിൽ അവൻ ചിലപ്പോൾ തിരക്കിലായിരിക്കും എന്നൊരു വിശ്വാസവും വരാം. ഓക്കെ. അപ്പോൾ ഈ പുറത്തെ സംഭവവും, അതായത് കോൾ എടുക്കാത്തതും, ഉള്ളിലെ ചിന്തയും, ചിലപ്പോൾ എന്നെ ഒഴിവാക്കുകയാണ് എന്ന ചിന്തയും, ഇവ രണ്ടും ചേരുമ്പോഴാണ് അവൻ എന്നെ മനഃപൂർവ്വം അവഗണിച്ചു എന്നൊരു അനുഭവം ഉണ്ടാകുന്നത്. ശരിയല്ലേ? അതെ, ആ അനുഭവം ഒരു ഒത്തുതീർപ്പാണ്. യാഥാർത്ഥ്യം മാത്രമല്ല, നിങ്ങളുടെ വ്യാഖ്യാനവും ചേർന്നതാണത്. ഇതിലെ ഏറ്റവും രസകരമായൊരു കാര്യം, മനുഷ്യന്റെ മനസ്സിന് ഈ ഒരു അനിശ്ചിതത്വം സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവൻ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് എന്ന ഒരു ചോദ്യചിഹ്നവുമായി ജീവിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും? വേഗം ഒരു ഉത്തരം കണ്ടെത്തും. അവൻ അഹങ്കാരിയാണ് എന്നോ, അവൻ എന്നോട് ദേഷ്യമാണ് എന്നോ. എന്നിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കൽ എന്ന് വിളിക്കും. അതുതന്നെ. പക്ഷെ പലപ്പോഴും അത് ധൃതി പിടിച്ച ഒരു നിഗമനമാണ്, ഒരു സമാധാനപ്പെടൽ മാത്രം. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ട്രാഫിക് ജാമിന്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്. ജാമിൽ പെടുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതെ. പക്ഷേ ആ സമയത്ത് ഹോണടിച്ച് ദേഷ്യപ്പെടണോ അതോ ഇഷ്ടമുള്ള പാട്ട് കേട്ട് ആസ്വദിക്കണോ എന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. ഒരേ യാഥാർത്ഥ്യം, പക്ഷേ രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ. പെർഫെക്റ്റ് എക്സാമ്പിൾ. ആ ഒത്തുതീർപ്പ് എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിലാണ് കാര്യം. ഒരു താമസമെന്നത് സമയം നഷ്ടപ്പെട്ടു എന്ന അനുഭവമാകാം, അല്ലെങ്കിൽ ഒന്ന് ശ്വാസം വിടാൻ കിട്ടിയ സമയം എന്ന അനുഭവമാകാം. ആ തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ഇതെന്നെ അടുത്തൊരാശയത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. രചനയിൽ പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു കാര്യം വ്യക്തമാകുന്നതിന് മുൻപ് അത് അദൃശ്യമായി നിലനിന്നിരുന്നു എന്ന്. അതായത്, നമ്മൾ ക്ലിയർ എന്ന് കരുതുന്ന കാര്യങ്ങളെല്ലാം ഒരു പ്രോസസ്സിന്റെ അവസാനമാണ്, തുടക്കമല്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കൊരു ഞെട്ടലുണ്ടായി. ഒരു വലിയ തിരിച്ചറിവാണ്. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് എങ്ങനെയാ? ഒരു കാര്യം കണ്ടു, അതിനെക്കുറിച്ച് ചിന്തിച്ചു, ഒരു തീരുമാനമെടുത്തു, ഇങ്ങനെയാണ്. അതെ അതെ. പക്ഷേ ഈ രചന പറയുന്നത് നേരെ തിരിച്ചാണ്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് അദൃശ്യമായ തിരഞ്ഞെടുപ്പുകൾ നടന്നതിന് ശേഷമാണ് ഒരു കാര്യം നമുക്ക് കാണാൻ പോലും സാധിക്കുന്നത്. ഒരു കണ്ടുപിടുത്തമുണ്ടാകുന്നതിനു മുൻപ് അത് ആ ശാസ്ത്രജ്ഞന്റെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പായിരുന്നു. ശരിയാണ്. ഒരു കവിതയുണ്ടാകുന്നതിനു മുൻപ്
അത് കവിയുടെ ഉള്ളിലെ ഒരു അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന ഈ വ്യക്തത എന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റം പോലെയാണെന്ന് പറയാം. അതിനടിയിൽ നമ്മൾ അറിയാതെ നടന്ന ഒരുപാട് തെരഞ്ഞെടുപ്പുകളുടെയും ഒഴിവാക്കലുകളുടെയും ഒരു വലിയ ലോകമുണ്ട്. തീർച്ചയായും ഒരു പ്രശ്നത്തിന് പെട്ടെന്നൊരു യുറിക്ക മൊമെന്റ് കിട്ടുമ്പോൾ അത് ആ നിമിഷമുണ്ടായതല്ല. അതിനു മുൻപ് നമ്മുടെ തലച്ചോറിൽ നടന്ന ഒരുപാട് കണക്കുകൂട്ടലുകളുടെയും ഫിൽട്ടറിങ്ങിന്റെയും അവസാനത്തെ റിസൾട്ടാണ് ആ വ്യക്തത. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് ചിലത് തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് സത്യത്തെ വളച്ചൊടിക്കുന്നതിന് തുല്യമല്ലേ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ വളച്ചൊടിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. രചനയിൽ വ്യത്യാസം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇത് വളച്ചൊടിക്കൽ അഥവാ ഡിസ്റ്റോർഷൻ അല്ല, തെരഞ്ഞെടുപ്പാണ്, സെലക്ഷനാണ്. എന്താണ് വ്യത്യാസം? ലോകം നമുക്ക് മുന്നിൽ അനന്തമായ വിവരങ്ങൾ തരുന്നുണ്ട്. ഒരു നിമിഷം നിങ്ങളുടെ ചുറ്റുമൊന്ന് നോക്കൂ. എത്ര തരം ശബ്ദങ്ങളുണ്ട്, എത്ര നിറങ്ങളുണ്ട്, എത്ര ഗന്ധങ്ങളുണ്ട്. എല്ലാത്തിലും ഒരുമിച്ച് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നതിൽ ശ്രദ്ധിക്കുമ്പോ പുറത്തു പോകുന്ന വണ്ടിയുടെ ശബ്ദം ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. അതാണ് കാര്യം. തിരഞ്ഞെടുപ്പ് ഒഴിച്ചുകൂടാനാവാത്തതാണ്. നമ്മൾ ജീവിക്കുന്നത് തന്നെ ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചും ചിലതിനെ അവഗണിച്ചുമാണ്. ചോദ്യമിതാണ്, ആ തിരഞ്ഞെടുപ്പ് നമ്മൾ അറിയാതെ യാന്ത്രികമായി സംഭവിക്കുന്നതാണോ അതോ നമ്മൾ ബോധപൂർവം നടത്തുന്നതാണോ? ഓക്കേ. അബോധപൂർവമായ തിരഞ്ഞെടുപ്പ് നമ്മളെ പ്രതികരണാത്മകരാക്കുന്നു, റിയാക്റ്റീവ് ആക്കുന്നു. അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വെറുതെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ബോധപൂർവമായ തിരഞ്ഞെടുപ്പോ? അത് നമ്മളെ നമ്മുടെ അനുഭവങ്ങളുടെ രചയിതാക്കളാക്കുന്നു, ഓതേഴ്സ് ആക്കുന്നു. ഈ തിരഞ്ഞെടുപ്പ് എന്ന ആശയം നമ്മളെ സ്വാഭാവികമായും മറ്റൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഈ ഫ്രെയിമിങ്ങിന് ഒരു ധാർമ്മിക വശം കൂടിയുണ്ടോ? കാരണം നമ്മുടെ തിരഞ്ഞെടുപ്പ് മറ്റൊരാളെ സ്വാധീനിച്ചേക്കാമല്ലോ. തീർച്ചയായും. ഇതിനെയാണ് രചനയിൽ ഫ്രെയിമിങ്ങിന്റെ ധാർമ്മികത അഥവാ ദി എത്തിക്സ് ഓഫ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ സിംപിളായി ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ക്യാമറ എങ്ങോട്ട് തിരിക്കുന്നു എന്നതാണ്. ഒരേ മുറിയുടെ ഫോട്ടോ എടുക്കുമ്പോൾ വൃത്തിയുള്ള ഭാഗത്തേക്ക് ക്യാമറ വെച്ചാൽ ആ മുറി മനോഹരമാണെന്ന് തോന്നും. അലങ്കോലമായ ഭാഗത്തേക്കാണ് വെക്കുന്നതെങ്കിൽ നേരെ തിരിച്ചും. വസ്തുത ഒന്നുതന്നെ, പക്ഷെ നമ്മൾ എന്ത് കാണിക്കണമെന്ന് തീരുമാനിക്കുന്നതിലാണ് കാര്യം. ഇതിൽ പറയുന്ന ഉദാഹരണങ്ങൾ വളരെ ശക്തമാണ്. ഒരു നേതാവ് ഒരു പ്രതിസന്ധിയെ അടിയന്തിരാവസ്ഥ എന്ന ഫ്രെയിം ചെയ്യുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകുന്നു. അതെ, അതേസമയം അതിനെ നമ്മൾ ഒരുമിച്ച് നേരിടേണ്ട വെല്ലുവിളി എന്ന് ഫ്രെയിം ചെയ്താലോ? ജനങ്ങൾ ഒന്നിക്കുന്നു. ഇത് നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഒന്നല്ലേ? ഒരു രാഷ്ട്രീയ ചർച്ചയിൽ ഒരേ സംഭവത്തെ രണ്ട് ചാനലുകൾ അവകാശ സംരക്ഷണവും എന്നും കലാപമെന്നും ഫ്രെയിം ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഉണ്ട്. രണ്ടിടത്തും സംഭവങ്ങൾ ഒന്നുതന്നെ. പക്ഷെ ഫ്രെയിം മാറുന്നതോടെ നമ്മുടെ പ്രതികരണവും നമ്മുടെ നിലപാടും മാറുന്നു. യുക്തിക്കിടപെടാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ ഫ്രെയിം നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. വ്യക്തിപരമായ തലത്തിലും ഇത് വളരെ ശരിയാണ്. ഒരു വിദ്യാർത്ഥിയുടെ സംശയത്തെ അധ്യാപകൻ അറിവില്ലായ്മ എന്ന് ഫ്രെയിം ചെയ്താൽ അവൻ പിന്നീട് ചോദ്യം ചോദിക്കാൻ മടിക്കും. അതേസമയം അതിനെ ജിജ്ഞാസ എന്ന് ഫ്രെയിം ചെയ്താലോ? അവൻ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. ശരിയാണ്. ഇതിലേറ്റവും പ്രധാനം നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു എന്നതാണ്. ഒരാൾ തന്റെ പരാജയങ്ങളെ എന്റെ തലവിധി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്നൊരു വ്യക്തിത്വമായി ഫ്രെയിം ചെയ്യുമ്പോൾ അയാൾ അവിടെ കുടുങ്ങിപ്പോകുന്നു. മാറ്റത്തിനുള്ള എല്ലാ സാധ്യതയും അടയുന്നു. എന്നാൽ അപ്പോൾ നമ്മൾ എങ്ങനെ കാണണമെന്ന് തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്ക് വേണ്ടി അത് തിരഞ്ഞെടുക്കും. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ അപകടം, അല്ലേ? അതെ. നിങ്ങൾ ബോധപൂർവം തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ തെരഞ്ഞെടുപ്പുകൾ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് സംസ്കാരം പേര് നൽകും. നമ്മുടെ ശ്രദ്ധയെ സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ രൂപപ്പെടുത്തും. നമ്മുടെ ഭാവിയെ നമ്മുടെ പഴയകാല ദുഃഖങ്ങൾ അരിച്ചെടുക്കും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ലോകം മറ്റുള്ള ഒരാൾ നിർമ്മിക്കപ്പെടും. ഇത് കേൾക്കുമ്പോൾ ഒരു പേടി തോന്നുന്നു. നമ്മളൊരു പാവയെ പോലെയാണോ എന്ന്. അല്ല, അവിടെയാണ് പ്രതീക്ഷ. രചനയിലെ ഏറ്റവും ശക്തമായൊരു വാക്യമുണ്ട്. ഏറ്റവും സൂക്ഷ്മമായ അടിമത്തം നിങ്ങൾ ധരിച്ചിരിക്കുന്നു എന്ന് പോലും അറിയാത്ത ഒരു കണ്ണടയ്ക്കുള്ളിൽ ജീവിക്കുന്നതാണ്. സ്വാതന്ത്ര്യം തുടങ്ങുന്നത് പ്രതിഷേധത്തിലല്ല, തിരിച്ചറിവിലാണ്. ഞാൻ ഏത് കണ്ണടയിലൂടെയാണ് ലോകത്തെ കാണുന്നത് എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം ആ കണ്ണട ഊരിവെക്കാനോ മാറ്റിവെക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുകയാണ്. അപ്പോ
ഈ കണ്ണടകൾക്ക്, അതായത് നമ്മുടെ ഈ ഉറച്ചുപോയ കാഴ്ചപ്പാടുകൾക്ക് എങ്ങനെയാണ് ഇത്രയധികം ശക്തി കിട്ടുന്നത്? ചില കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് തോന്നുന്നതിന്റെ കാരണം എന്തായിരിക്കും? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: ആവർത്തനം. രചനയിൽ പറയുന്നത്, ഒരു കാര്യം നമുക്ക് വ്യക്തമെന്ന് തോന്നുന്നത് അത് സത്യമായതുകൊണ്ടല്ല, മറിച്ച് തടസ്സങ്ങളില്ലാതെ ഒരുപാട് തവണ ആവർത്തിച്ചതുകൊണ്ടാണ്. ആവർത്തനം. അതെ, ആവർത്തനം പരിചയമുണ്ടാക്കുന്നു. പരിചയം വിശ്വാസമുണ്ടാക്കുന്നു. ആ വിശ്വാസം പതിയെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറുന്നു. അതുകൊണ്ടാണ് തീർത്തും തെറ്റായ ആശയങ്ങൾ പോലും കാലക്രമേണ ഉറച്ച സത്യങ്ങളായി നമുക്ക് തോന്നുന്നത്. ഈ പറയുന്നതൊക്കെ കേൾക്കാൻ നല്ലതാണ്, പക്ഷേ ഇതൊക്കെ പ്രായോഗികമായി എത്രത്തോളം സാധ്യമാണ്? ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ കീറിമുറിച്ച് വിശകലനം ചെയ്യുന്നത് നമ്മളെ കൂടുതൽ തളർത്തുകയല്ലേ ചെയ്യുക? എപ്പോഴും ഒരുതരം മാനസിക പിരിമുറുക്കത്തിലായിരിക്കില്ലേ നമ്മൾ? വളരെ പ്രസക്തമായ ഒരു സംശയമാണത്. ഇവിടെയാണ് നിയന്ത്രണത്തിന്റെ വിരോധാഭാസം അഥവാ പാരഡോക്സ് ഓഫ് കൺട്രോൾ എന്ന ആശയം വരുന്നത്. നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഓക്കെ. പക്ഷേ യാഥാർത്ഥ്യം നിങ്ങൾക്കെങ്ങനെ അനുഭവപ്പെടുന്നു എന്നതിനെ സ്വാധീനിക്കാൻ കഴിയും. അതായത് പുറത്തുള്ള സംഭവങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനാവില്ല, പക്ഷെ അതിനോടുള്ള നമ്മുടെ പ്രതികരണത്തെ നിയന്ത്രിക്കാമെന്നാണോ? അതെ, പക്ഷെ പ്രതികരണം എന്നതിലുപരി അനുഭവത്തെ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. രജനിയിലെ ആ നാവികന്റെ ഉപമ വളരെ നല്ലതാണ്. കടലിനെയോ കാറ്റിനെയോ നാവികന് നിയന്ത്രിക്കാൻ കഴിയില്ല, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ കപ്പലിന്റെ പായയെ നിയന്ത്രിക്കാൻ അയാൾക്ക് കഴിയും. കാറ്റെങ്ങോട്ട് വേണമെങ്കിലും വീശാം, പക്ഷെ പായയുടെ സ്ഥാനം മാറ്റുന്നതിലൂടെ തനിക്കെങ്ങോട്ട് പോകണമെന്ന് നാവികൻ തീരുമാനിക്കുന്നു. ജീവിതത്തിലെ സംഭവങ്ങൾ കാറ്റുപോലെയാണ്. അത് വരും പോകും, പക്ഷെ നമ്മുടെ നിലപാടെന്ന പായ ഉപയോഗിച്ച് നമുക്ക് ദിശ നിർണയിക്കാം. എക്സാക്ട്ലി. ഒരേ കാറ്റിൽ തന്നെ രണ്ട് കപ്പലുകൾക്ക് രണ്ട് ദിശയിലേക്ക് പോകാൻ കഴിയുന്നത് പായയുടെ നിയന്ത്രണം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ ഒരേ ദുരനുഭവത്തിലൂടെ കടന്നുപോകുന്ന രണ്ടുപേർ രണ്ട് രീതിയിൽ അതിൽ നിന്ന് പുറത്തുവരുന്നത് അവരുടെ നിലപാടുകളിലെ വ്യത്യാസം കൊണ്ടാണ്. ശരിയാണ്. ഒരാൾ ആ അനുഭവത്തെ ജീവിതത്തിന്റെ അവസാനമായി കാണുന്നു, മറ്റൊരാൾ അതൊരു പുതിയ തുടക്കത്തിനുള്ള കാരണമായി കാണുന്നു. സംഭവം ഒന്നുതന്നെ, പക്ഷേ നിലപാട് അർത്ഥത്തെ മാറ്റുന്നു. ആ അർത്ഥമാണ് അവരുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. ശരി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ നാവികൻ ആവുന്നത്? നമ്മുടെ കാഴ്ചപ്പാടിന്റെ പായയെ എങ്ങനെയാണ് ബോധപൂർവം നിയന്ത്രിക്കാൻ പഠിക്കുന്നത്? അതിനുള്ള വഴിയാണ് രജനിയുടെ അവസാന ഭാഗത്ത് പറയുന്നത്. ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക, ഉത്തരം കണ്ടെത്താനല്ല. മറിച്ച് നമ്മുടെ യാന്ത്രികമായ പ്രതികരണങ്ങളെ ഒന്ന് നിർത്തി ചിന്തിക്കാനൊരു അവസരം നൽകാനാണ് ഈ ചോദ്യങ്ങൾ. ഓക്കെ. അതിലെ ആദ്യത്തെ ചോദ്യം, ഞാനിപ്പോൾ എന്തിനാണ് വ്യക്തത നൽകുന്നത്? അതായത്, വാട്ട് am I giving clarity to? ഇതൊരു സാഹചര്യത്തിൽ എങ്ങനെ ഉപയോഗിക്കാം? നമുക്ക് നേരത്തെ പറഞ്ഞ ട്രാഫിക് ജാമിലേക്ക് തന്നെ പോകാം. നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ സ്വയം ചോദിക്കുക, ഞാനിപ്പോൾ എന്തിനാണ് വ്യക്തത നൽകുന്നത്? ഉത്തരം, ഞാൻ വൈകും, എന്റെ സമയം പോകുന്നു എന്ന ചിന്തയ്ക്കാണ്. ശരി. ആ നിമിഷം തന്നെ നിങ്ങൾക്ക് മറ്റൊരു സാധ്യതയെക്കുറിച്ച് ആലോചിക്കാം. ഇതൊരു ബ്രേക്ക് എടുക്കാനുള്ള അവസരമാണ് എന്ന ചിന്തയ്ക്ക് വ്യക്തത കൊടുത്താലോ? അപ്പോൾ നിങ്ങളുടെ അനുഭവം മാറും. എന്തിനാണ് ഫോക്കസ് കൊടുക്കുന്നത് എന്ന് തീരുമാനിക്കുകയാണിവിടെ. അടുത്ത ചോദ്യം, എന്താണ് ഞാൻ അദൃശ്യമായി തുടരാൻ അനുവദിക്കുന്നത്? അതായത്, വാട്ട് am I allowing to remain invisible? ഇത് ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപുറം പോലെ തോന്നുന്നു. അതെ, നിങ്ങൾ സമയം നഷ്ടപ്പെടുന്നു എന്നതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ശാന്തമായിരിക്കാനുള്ള അവസരം, പാട്ട് കേൾക്കാനുള്ള അവസരം, ഒന്നും ചെയ്യാതിരിക്കാനുള്ള അവസരം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ അദൃശ്യമാക്കുകയാണ്. നമ്മൾ എന്ത് കാണുന്നു എന്ന് ചിന്തിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് നമ്മൾ എന്ത് കാണുന്നില്ല എന്ന് ചിന്തിക്കുന്നതും. അടുത്തത്, ഈ കാഴ്ചപ്പാടുകൊണ്ട് അഥവാ ഈ ഫ്രെയിമിംഗ് കൊണ്ട് ആർക്കാണ് പ്രയോജനം? ഹൂ ഡസ് ദിസ് ഫ്രെയിം സെർവ്? ഇത് കുറച്ച് കടുപ്പമുള്ള ചോദ്യമാണെന്ന് തോന്നുന്നു. ആണ്. പക്ഷേ സത്യസന്ധമായി ചോദിച്ചാൽ പലപ്പോഴും ഉത്തരം നമ്മളെ അത്ഭുതപ്പെടുത്തും. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാനൊരു ഇരയാണ് എന്ന ഫ്രെയിം കൊണ്ട് ആർക്കാണ് പ്രയോജനം? ചിലപ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ അത് നമ്മളെ സഹായിക്കുന്നുണ്ടാവാം. മറ്റുള്ളവരുടെ സഹതാപം നേടാൻ സഹായിക്കുന്നുണ്ടാവാം. നമ്മുടെ ഫ്രെയിമുകൾ നമുക്കു നൽകുന്ന ചില സൗകര്യങ്ങളെ തിരിച്ചറിയാൻ ഈ ചോദ്യം സഹായിക്കും. അവസാനമായി, ഈ കഥ വിശ്വസിക്കുന്നതിലൂടെ ഞാൻ ആരായി മാറുന്നു? ഹു ആം ഐ ബിക്കമിംഗ് ബൈ ബിലീവിംഗ് ദിസ് സ്റ്റോറി? ഇത് വളരെ ആഴത്തിലുള്ള ഒന്നാണല്ലോ. തീർച്ചയായും. കാരണം നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ പ്രവൃത്തികളെയും, പ്രവൃത്തികൾ നമ്മുടെ സ്വഭാവത്തെയും, സ്വഭാവം നമ്മുടെ ഭാവിയെയും രൂപപ്പെടുത്തുന്നു. ആളുകളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന കഥ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ സംശയദൃഷ്ടിയുള്ള ഒറ്റപ്പെട്ട ഒരു മനുഷ്യനായി മാറും.
മറിച്ച് എല്ലാവരിലും നന്മയുണ്ട് എന്ന കഥയാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ തുറന്ന, സ്നേഹമുള്ള ഒരാളായി മാറും. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓരോ കഥയും നമ്മളെ തന്നെ രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ വെറും തിരഞ്ഞെടുപ്പുകളാണെന്നൊരു ലളിതമായ ആശയത്തിൽ നിന്ന് തുടങ്ങി, ആ തിരഞ്ഞെടുപ്പുകൾ എങ്ങനെ നമ്മുടെ യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുന്നു, അതിന്റെ ധാർമ്മിക വശങ്ങൾ, ഒടുവിൽ നമ്മുടെ അനുഭവങ്ങളുടെയും അർത്ഥങ്ങളുടെയും ശില്പികളാകാൻ നമുക്കെങ്ങനെ കഴിയും എന്നൊരു വലിയ യാത്രയാണ് നമ്മൾ നടത്തിയത്. രചനയുടെ അവസാന ഭാഗം ഓർത്തുവെക്കേണ്ടതൊന്നാണ്. ഒന്നും കാണുന്നതുപോലെ അല്ലാത്തത് സത്യം മറഞ്ഞിരിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് അതിന് ഒരുപാട് പാളികളുള്ളതുകൊണ്ടാണ്. ആഹാ, നമ്മൾ കാണുന്നത് ഒരു പാളി മാത്രമാണ്. അതിനിടയിൽ ഇനിയും പാളികളുണ്ട്. ആത്യന്തികമായ ഒരു സത്യം കണ്ടെത്തുകയല്ല പ്രധാനം, മറിച്ച് സത്യങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്നതിനെക്കുറിച്ച് ബോധവാന്മാരാവുക എന്നതാണ്. ആ അവബോധത്തിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം തുടങ്ങുന്നത്. തീർച്ചയായും. അപ്പോ നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം നൽകി നമുക്ക് അവസാനിപ്പിക്കാം. ഈ ചർച്ച മുഴുവൻ പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം തുടങ്ങുന്നത് തിരിച്ചറിവിലാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഉറച്ചതെന്ന് കരുതുന്ന ഒരു സത്യമെടുക്കുക. ഉദാഹരണത്തിന്, ഞാനൊരു ക്രിയേറ്റീവ് വ്യക്തിയല്ല എന്നോ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നോ, എനിക്കൊരിക്കലും സാമ്പത്തികമായി മെച്ചപ്പെടാൻ കഴിയില്ല എന്നോ ഉള്ളൊരു ചിന്ത. ഇനി ഒന്ന് ആലോചിച്ചു നോക്കൂ. അതൊരു പാറ പോലെ ഉറച്ച സത്യമല്ല, മറിച്ച് നിങ്ങൾ കാലങ്ങളായി ആവർത്തിച്ചു പറഞ്ഞ ഒരു കഥയോ അല്ലെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഫ്രെയിമോ മാത്രമാണെങ്കിലോ? അതേ തെളിവുകൾ വെച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മറ്റൊരു കഥ, മറ്റൊരു ഫ്രെയിം ഏതായിരിക്കും?